കൊച്ചി കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല. സാക്ഷികളാക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥികൾ 16,000 രൂപയാണ് ഗൂഗിൾ പേ വഴി പ്രതി അനുരാജിന് അയച്ചു നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ ഇനിയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതേസമയം കോളേജിൽ നിന്നും കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ സാങ്കേതിക സർവകലാശാല വിഭാഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി കെ സാനു ചേരുന്നു. സാനു, ഇപ്പോൾ നിലവിൽ ഈ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല എന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഞ്ചാവ് വാങ്ങാൻ വേണ്ടി ഗൂഗിൾ പേ വഴി അനുരാജിന് 16,000 രൂപയാണ് കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയത്. ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികൾ നൽകിയ പണം ഗൂഗിൾ പേ വഴി നൽകിയ വിദ്യാർത്ഥികളെ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവെടുപ്പിനും വിവരശേഖരണത്തിനുമായി ഈ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുമെങ്കിലും തൽക്കാലം ഇവരെ പ്രതി ചേർക്കണ്ട എന്നൊരു തീരുമാനത്തിലാണ് കളമശ്ശേരി ACP അടക്കം എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പേരാണ്, പൂർവ്വ വിദ്യാർത്ഥികളടക്കം കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേരാണ് നിലവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കോളേജിൽ ഇത്തരം ഒരു റെയ്ഡ്, പോലീസിന്റെ ഒരു മിന്നൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായത്, അതായത് കോളേജ് പ്രിൻസിപ്പൽ നൽകിയ ഒരു ലെറ്ററാണ് ഇതിന് കാരണമായത്. മാർച്ച് 12-നാണ് കോളേജിൽ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയൊരു ലഹരി ഉപയോഗം നടക്കാൻ സാധ്യതയുണ്ടെന്നും അത്തരത്തിൽ ലഹരി വാങ്ങുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പണപ്പിരിവ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് ആണ് പ്രിൻസിപ്പൽ നൽകിയത്. ഈ കത്ത് തന്നെയാണ് ഈ ഒരു റെയ്ഡിന് നിർണായകമായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കഞ്ചാവ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തിയത് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ബണ്ടിലുകളാക്കി വാങ്ങുന്ന കഞ്ചാവ് 18,000 രൂപയ്ക്കാണ് അനുരാജ് വാങ്ങിയിരുന്നത്. അത് വിദ്യാർത്ഥികൾക്കിടയിൽ 26,000 രൂപയ്ക്ക് വിൽപ്പന നടത്തി എന്നുള്ളൊരു നിർണായക വിവരവും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഒരു വിൽപ്പനയിൽ മാത്രം 6,000 രൂപ കമ്മീഷനായി ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നുള്ളൊരു നിർണായക വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കോളേജിന് ഈ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരം കോളേജിനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തണമെന്ന് കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് സാങ്കേതിക സർവകലാശാലയ്ക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ ഗൂഗിൾ പേ വഴി പണം നൽകി കഞ്ചാവ് വാങ്ങാൻ ഗൂഗിൾ പേ വഴി പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കേണ്ടെന്നും കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവരെ ചോദ്യം ചെയ്യാനുമാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്.